കെ ശശീന്ദ്രനെ മാറ്റി മന്ത്രിയാകാമെന്ന തോമസ് കെ തോമസിന്റെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടി. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ പ്രകാശ് കാരാട്ടുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമെന്ന ഉറപ്പ് ലഭിച്ചില്ല. കെ ശശീന്ദ്രൻ തുടരുന്നതാണ് തനിക്കും താൽപര്യമെന്ന സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് നൽകി. ദേശീയ അധ്യക്ഷൻ വഴി CPIM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ കൊണ്ട് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തലായിരുന്നു PC ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും അവസാന നീക്കം. തോമസ് കെ തോമസിന്റെ മന്ത്രിയാക്കൽ പാർട്ടി തീരുമാനമാണെന്ന് പ്രകാശ് കാരാട്ടിനെ ധരിപ്പിച്ചെങ്കിലും ഉറപ്പ് ലഭിച്ചില്ല. ഇതോടെ രാവിലെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്ന തോമസ് കെ തോമസ് അതിന് നിൽക്കാതെ നാട്ടിലേക്ക് മടങ്ങി. ഇടയ്ക്കിടെ ഉടൻ മന്ത്രിയാകുമെന്ന് ആവർത്തിച്ചിരുന്ന തോമസ് കെ തോമസിന് ഇപ്പോൾ ആ ആത്മവിശ്വാസം അത്രയ്ക്കില്ലെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ പ്രതികരണം. പവാർജി എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചനുസരിച്ചാണ് ഞാൻ പോയത്. പോയി കണ്ടു, തിരിച്ചു വന്നു. ഇനി കേന്ദ്ര നേതൃത്വം അതിന് തീരുമാനം കൊടുക്കുക. അത് തന്നെയാണ് PC ചാക്കോയും പറഞ്ഞത്. അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്കും പോകണ്ട, അപ്പോൾ അവർ തീരുമാനിക്കുമല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയെ കാണാൻ തോമസ് കെ തോമസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സമയം ലഭിച്ചിട്ടില്ല. വിഷയം ചർച്ചയായെന്ന് വ്യക്തമാക്കിയ പ്രകാശ് കാരാട്ട് പക്ഷേ ഒന്നും പുറത്തു പറഞ്ഞില്ല. I discussed various matters with Mr. Sharad Pawar, but there is nothing to report. I told you I have nothing to report on that. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമായ സൂചന നൽകി. വനനിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ ശശീന്ദ്രൻ വിശദീകരിക്കണമെന്ന് മന്ത്രിസഭായോഗത്തിൽ പിണറായി നിർദ്ദേശിച്ചു. മന്ത്രിമാറ്റ ചർച്ചകൾക്കിടെ കെ ശശീന്ദ്രൻ തന്നെ സർക്കാർ നിലപാട് പറയട്ടെ എന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തത് തനിക്ക് പഥ്യം ശശീന്ദ്രനെ തന്നെയെന്ന സൂചനയാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രിക്കുള്ള എതിർപ്പാണ് കെ ശശീന്ദ്രന്റെ പിൻബലം. രാജിവെച്ച് മുഖ്യമന്ത്രിയെ എതിർക്കുന്ന നിലപാട് താൻ സ്വീകരിക്കില്ലെന്ന് ശശീന്ദ്രനും വ്യക്തമാക്കി. ഞാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെച്ചാൽ ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ശശീന്ദ്രൻ മികച്ച മന്ത്രിയെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ കൂടി പറഞ്ഞതോടെ മുന്നണിയുടെ താൽപര്യവും വ്യക്തം. ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ മന്ത്രിമാർ ഏതെല്ലാം പാർട്ടികൾക്ക് അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഓരോ പാർട്ടിയുമാണ് അവരുടെ മന്ത്രി ആരായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. മന്ത്രിമാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരം, ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. അയാൾ നല്ല നിലയിൽ പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വനം വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അത് ആ നിലയിൽ കൈകാര്യം ചെയ്തു മതി. പിന്നെ അതിൻ്റെ മറ്റു വിഷയങ്ങളൊക്കെ അവരാണ് ആലോചിക്കേണ്ടത്. മന്ത്രിസ്ഥാനത്തിലുടക്കി NCP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ രണ്ടു വഴിയിലാണ്. തന്നെ ഒഴിവാക്കിയുള്ള ദേശീയതലത്തിലെ കൂടിക്കാഴ്ചയിൽ ശശീന്ദ്രന് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടിട്ടും രാജി വൈകിപ്പിക്കുന്നതിൽ ശശീന്ദ്രനെതിരെ PC ചാക്കോയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് നീക്കം സജീവമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെയും മുന്നണിയുടെയും താൽപര്യത്തിനെതിരായ ഈ നീക്കം എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടറിയണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.